വഞ്ഞാറമൂട്ടിലാണ് നാട്ടിൽ ഞെട്ടിച്ച കൂട്ടക്കൊല നടന്നത്. 5 പേരെയാണ് 21 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയത്. മക്കള് രക്ഷിതാക്കളെ കൊല്ലുന്ന കുറേ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. അവസാനമായിട്ട് വഞ്ഞാറമൂട്ടിൽ 5 പേരെയാണ് ഈ കുട്ടികൾ ചോര നീരാക്കി വളർത്തി കൊണ്ടുവന്ന മക്കള് സ്വന്തം ഉമ്മായെയും സ്വന്തം ഉപ്പായെയും സ്വന്തം കൂടപ്പിറപ്പിനെയും കുടുംബത്തെയൊക്കെ ഇങ്ങനെ നിഷ്കരണം കൊല്ലാനായിട്ടൊരു കാരണം ഉണ്ടാവില്ലേ? ഈ കാരണം അന്വേഷിക്കാറുണ്ടോ പലപ്പോഴും? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? 95% ഇത്തരം ആക്ഷൻസിൻ്റെ പുറകിൽ ഒരു ട്രിഗർ ഉണ്ട്. ആ ട്രിഗർ ഇസ് നത്തിങ് ബട്ട് ലഹരിയാണ്. അതൊരു സിഗരറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും പാക്കോ ഒക്കെ വെച്ചിട്ട് തുടങ്ങും. ആ തുടങ്ങുന്ന സമയം മുതൽ ഈ പറയുന്ന കുട്ടി ഒരുപാട് ബിഹേവിയറൽ ചേഞ്ചസ് കാണിക്കുന്നുണ്ട് വീട്ടിൽ. പക്ഷെ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആകുന്ന ഒരു സ്റ്റേറ്റിൽ എൻ്റെ മകനെയോ മകളെയോ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പാരൻസിന് സാധിക്കണം. കാര്യം മെൻ്റലി അങ്ങനെ ഒരു വീക്ക്നെസ്, മെൻ്റൽ ഹെൽത്ത് പുവറാവുമ്പോഴാണ് കുട്ടികൾ അഡിക്ഷൻസിലേക്ക് പോകുന്നത്. ഒരു ഹെവിലി അഡിക്റ്റഡായി നിൽക്കുന്ന ഒരു സമയത്ത് അവന് പിന്നെ ഇമോഷണൽ ബോണ്ടൊന്നും ഇല്ല. അവൻ്റെ മുന്നിൽ ഉപ്പയും ഉമ്മയൊന്നുമില്ല. അവൻ്റെ മുന്നിൽ അവൻ്റെ ലഹരി കൊടുക്കുന്ന മെസ്സേജേ അവൻ്റെ മുന്നിൽ ഉണ്ടാവുള്ളൂ. ഒരുപാട് സ്ത്രീകളുടെ ഇടയിൽ ഒരു സ്ത്രീ മാത്രം എൻ്റെ ഉമ്മ ആകുന്നത് എപ്പോഴാണ്? എൻ്റെ ഹൃദയത്തിൽ ആ സ്ത്രീയെ കാണുമ്പോൾ ഒരു പിടപ്പുണ്ടാവും. എൻ്റെ മനസ്സിൽ ആ സ്ത്രീയെ കാണുമ്പോൾ ഒരു ചലനമുണ്ടാവും. എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ ഉമ്മയാണെന്നും എൻ്റെ ഉപ്പയാണെന്നും തിരിച്ചറിയണമെങ്കിൽ എൻ്റെ ഹൃദയം പിടയ്ക്കണം, അല്ലെങ്കിൽ അവരൊരു സ്ത്രീയായി മാറും. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പായും തിരിച്ചു പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ലഹരിക്ക് നമ്മൾ അടിമപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഉത്തരവാദി നമ്മളെ കുടുംബക്കാർ തന്നെയാണ്, വീട്ടുകാർ തന്നെയാണ്. മാനസികമായി അവർ വീക്കായാൽ അതൊരു രോഗമാണെന്ന് മനസ്സിലാക്കണം ആദ്യം. അതിന് പിറകിൽ ഒരു കാരണമുണ്ടാവും. അതിന് ഞാൻ പറയുന്ന ഒരു കാരണം ആത്മീയമായ ആരോഗ്യം കുറയുന്നതുകൊണ്ടാണ്. ഉള്ളിനകത്ത് നമ്മളും നമ്മളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുമായിട്ടൊരു ബന്ധം, ആ ബന്ധം കുറയുമ്പോഴാണ് മാനസികമായിട്ടുള്ള ആരോഗ്യം കുറയുന്നത്. അങ്ങനെ കുറയുമ്പോൾ അഡിക്ഷൻ തുടങ്ങും. ദേഷ്യം ഉണ്ടാവും, വീട്ടിൽ കറക്റ്റ് സമയത്ത് കയറില്ല, അവൻ ഓവർ തിങ്കറായിരിക്കും, അവന് എപ്പോഴും കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ മക്കൾ അത്തരം യാത്രയിൽ പോകുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ വലിയ പാടൊന്നുമില്ല. കറക്റ്റ് സമയത്ത് അവൻ വീട്ടിൽ കയറുന്നുണ്ടോ? ഇല്ല. അപ്പം മനസ്സിലാക്കിക്കോ അവൻ്റെ കൂട്ടുകെട്ട് ആര്, അവൻ ആരുമായിട്ടാണ് ഇടപെടുന്നത്. ഇതൊക്കെ വീട്ടുകാർക്ക് അറിയാൻ പറ്റും. അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുപോകണം. ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തിൽ അവനെ കൺസൾട്ട് ചെയ്താൽ അവന് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റും. ഇന്ന് ഞാൻ കാണുന്ന പല സിനിമകളിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, താഴെ വെറുതെ ഇങ്ങനെ എഴുതി കാണിക്കും, പുകവലി, കള്ളുകൂടി, ആരോഗ്യത്തിന്. എടാ, നിനക്കത് ഹാനികരമെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ അത് കാണിക്കുന്നേ? ആ സീൻ മാറ്റിയിട്ട് ആ സിനിമ പോവില്ലേ? അപ്പം സിനിമയ്ക്കെതിരല്ല, സിനിമയിലൂടെ കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം, നമ്മൾ അറിയാതെ കൊണ്ടുവരുന്ന ഒരു ആശയം. ആ ആശയത്തിനകത്തൊരു അപകടം ഉണ്ടെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. നമ്മൾ പോസിറ്റീവായിട്ട് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ അമ്മമാരും അച്ഛന്മാരും പെടഞ്ഞു വീഴുന്നത് ഇനിയും കാണേണ്ടി വരും.